മക്കളെ, അപ്പൊ എന്റെ മക്കൾ എല്ലാവരും നമ്മുടെ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം. ഇനി മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കറക്റ്റ് 7:30 നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും കൃത്യസമയത്തിന് നമ്മുടെ ലൈവിലോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ആരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു? ആരായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നത്? ആരായിരുന്നു? അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? അണ്ടർ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് ഡേ വി സെലിബ്രേറ്റ് പ്രവാസി ഭാരതീയ ദിവസ്? ഭാരതീയ പ്രവാസി ദിവസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ള ദിവസമാണ് ജനുവരി 9. അപ്പൊ ആ ഒരു ദിവസമാണ് ഭാരതീയ പ്രവാസി ദിവസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് സത്യാഗ്രഹ സ്ട്രഗിൾ ഹെൽഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി? അപ്പൊ ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലോട്ട് വന്ന സമയത്ത് ആദ്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവം ഏതാണ്? സോ വിച്ച് ഇൻസിഡന്റ് ഈസ് സ്പെസിഫൈഡ് ആസ് ദ ഡാർക്കസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ? ഏതായിരുന്നു മക്കളെ അത്? ജാലിയൻ വാലാബാഗ് മാസക്കർ ആണ് അല്ലെ. അതായത് നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. അപ്പൊ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം മക്കൾ പഠിച്ചു വെക്കാം. അതുകൂടാതെ ഇയറും നോട്ട് ചെയ്ത് വെക്കണം. സോ വെൻ ഡിഡ് ദ ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് ടേക്ക് പ്ലേസ്? ഏത് വർഷമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? 1919 ഏപ്രിൽ 13. അപ്പൊ ഇത് തെറ്റിക്കരുത് കേട്ടോ. ഇയറും അതുപോലെ തന്നെ കറുത്ത അധ്യായം എന്നറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് മാസക്കർ ആണ്. ഓക്കെ, റെഡി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കർഷക നികുതി ഒഴിവാക്കാനായി നടത്തിയ സമരം ഏതാണ്? അപ്പൊ നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള കർഷകരുടെ ടാക്സ് അല്ലെ, ഹെവി ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പെസൻസിന്, കർഷകർക്ക്. അതിനെതിരെ നടന്നിട്ടുണ്ടായിരുന്ന സ്ട്രഗിൾ ഏതായിരുന്നു? അതാണ് ദ ഖേദ സത്യാഗ്രഹ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി നടത്തിയ സമരാഹ്വാനം ഏതാണ്? വാട്ട് വാസ് ദ ഗാന്ധിജി എക്സോട്ടേഷൻ ഇൻ ദ ക്വിറ്റ് ഇന്ത്യ സ്ട്രൈക്ക്? എന്തായിരുന്നു സമരാഹ്വാനം? ഏതായിരുന്നു മക്കളെ? ഡു ഓർ ഡൈ അല്ലെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ചിലപ്പോ നിങ്ങളോട് ചോദിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിക്കും. അപ്പൊ ആരെ പേര് എഴുതണം? നമ്മുടെ ഗാന്ധിജിയുടെ പേരാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഹു ഡിക്ലെയർ ദാറ്റ് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് നടത്തിയ സമരം ഏത്? വിച്ച് വാസ് ദ സ്ട്രഗിൾ ഹെൽഡ് ബോയ്കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ്? ഓക്കെ, അതിനെതിരെ നടന്നിട്ടുള്ളത് ആരാണ്? എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നതാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹരണ സമരം. ഇനി സഹകരിക്കില്ല, അതാണ് നിസ്സഹരണ സമരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഹൂ ലെഡ് ദ സോൾട്ട് സത്യാഗ്രഹ അറ്റ് പയ്യന്നൂർ? അപ്പൊ നമ്മുടെ കേരളത്തില് ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആരായിരുന്നു? യെസ്, നമ്മുടെ കേളപ്പനാണ് അല്ലെ. ഓക്കെ, യെസ്. ഇനി അടുത്ത് നോക്കാം. ഓരോ ഇയേഴ്സ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ വാഗൺ ട്രാജഡി നടന്നത് 1921. ഇനി ചൗരി ചൗര ഇൻസിഡന്റ് നടന്നതോ 1922 കേട്ടോ. അപ്പൊ 1922 നടന്നത്. ഗാന്ധിജി റിട്ടേൺ ഫ്രം സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നമ്മുടെ ഗാന്ധിജി എന്നാ വന്നത്? 1915 ജനുവരിയിലാണ് വന്നത്. ഇനി ജാലിയൻ വാലാബാഗ് മാസക്കർ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1990. ഇനി ഖേദ സ്ട്രൈക്ക് എന്നാണ് 1918 നടന്നത്. ക്വിറ്റ് ഇന്ത്യ സ്ട്രൈക്ക് നോട്ട് ചെയ്യണം, 1942 ക്വിറ്റ് ഇന്ത്യ നടന്നത്. ഇനി പ്രവാസി ഭാരതീയ ദിവസം എന്നാണ്? ജനുവരി 9. റിപ്പബ്ലിക് ഡേ ആണ് ജനുവരി 26. ഇനി ക്വിറ്റ് ഇന്ത്യ ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9. ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് 15. ഇനി വേൾഡ് നോൺ വയലൻസ് ഡേ, അതായത് അഹിംസാ ദിനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് എഴുതണം? ഒക്ടോബർ 2. ഓക്കെ, നമ്മുടെ ഗാന്ധിജി ജനിച്ച ദിവസം. ഇനി ചിൽഡ്രൻസ് ഡേ എന്നാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ദിവസമാണ് അല്ല. അപ്പൊ അതെന്താണ്? നവംബർ 14 വരുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ദിവസങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇത്.
ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഡു ഓർ ഡൈ എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇനിയോ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. അത് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധർ തിലകാണ്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് ബാലഗംഗാധർ തിലക്. ഇനി ഗീവ് മീ ബ്ലഡ് ഇൻസ്റ്റഡ് ഐ വിൽ ഗീവ് യു ദ ഫ്രീഡം എന്ന് പറഞ്ഞത് ആരാ? സുഭാഷ് ചന്ദ്രബോസ് ആണ് പറഞ്ഞത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇനി ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഭഗത് സിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ EVS ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ മക്കൾ എല്ലാവരും പഠിക്കണം. ഇതിപ്പോ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇനി കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ലൈവ് ഒക്കെ കൃത്യസമയത്ത് അറ്റൻഡ് ചെയ്യുക. ഒരു ടെൻഷനും വേണ്ട. നമ്മൾ എന്തായാലും നന്നായിട്ട് പഠിച്ച് നമ്മുടെ എക്സാം വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യും. അപ്പൊ എന്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ഉഷാറായിട്ട് പഠിക്കാം. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ബൈ ബൈ.